ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നത്തെ അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. പപ്പായ കുർക്കുറെ അറിയട്ടോ. അത് വളരെ ക്രിസ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതാട്ടോ നല്ല പപ്പായ ഇതാ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിത് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് നീളത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതിൻ്റെ കുരുവും കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ അത് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടാട്ടോ ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 സ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ. ടീസ്പൂണാണ്, ടേബിളല്ല. എന്നിട്ട് അതിൽ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി പറഞ്ഞാൽ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതാണ്. അതിടുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതും 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് ഞാൻ നമ്മുടെ കാശ്മീരി മുളക് പൊടി ആട്ടോ കൊടുക്കുന്നത്. അതാവുമ്പോൾ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു നുള്ള് നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്, എനിക്ക് ഉറപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഈ കുട്ടികൾക്ക് അധികം ലേസ് കുർക്കുറെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചെയ്യും. പിന്നെ ഉണ്ടാക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഇത് പപ്പായം കൊണ്ട് ഉണ്ടാക്കിയതൊന്നും തോന്നിക്കൂല കേട്ടോ. അതേ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ. പപ്പായാണ് ഇത് കഴിക്കുന്നതെന്ന് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. പിന്നെ പപ്പായക്ക് നല്ല ഹെൽത്തി സാധനങ്ങളും ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപ്പേരി വെക്കുമ്പോഴും തോരൻ വെക്കുമ്പോഴും അങ്ങനെ പലതും നമ്മൾ കറി വെക്കുമ്പോഴും ഒന്നും കുട്ടികൾ അധികം കഴിക്കൂലല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർ മസ്റ്റായിട്ടും കഴിക്കൂട്ടോ. പിന്നെ നമ്മുടെയൊക്കെ മിക്കവാറും വീട്ടുകളിലും ഉണ്ടായിരിക്കും, തൊടികളിലൊക്കെ ഉണ്ടായിരിക്കും ഈ പപ്പായ. നമ്മളൊന്നും ഇട്ട് കൊടുക്കാതെ നമ്മൾക്ക് പപ്പായൊക്കെ ഉണ്ടാകുന്ന വീട് കുറേ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്കിതാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പപ്പായ നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു സംഭവം കൂടിയാണല്ലോ. വൈറ്റമിൻ A, B, C എന്നുള്ള ഒരു സമ്പുഷ്ടം കൂടിയുമാണ് ഈ പപ്പായ കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് വെക്കുക. പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും ചെയ്യണ്ട. പിന്നെ നമ്മുടെ ഏത് എണ്ണയാണെങ്കിലും നമുക്ക് സൺഫ്ലവർ ആയാലും പിന്നെ അതുപോലെ വെളിച്ചെണ്ണ ആയാലും ഏത് എണ്ണ ആയാലും നമുക്ക് എടുത്തിട്ട് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ നല്ല ചൂടിലാണ്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അതുപോലെ കുറേ നേരം ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കൊന്നും വേണം കേട്ടോ. പെട്ടെന്ന് ആയി കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. എന്നിട്ട് പിന്നെ നമുക്കിതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുമല്ലോ, ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. അപ്പം നമുക്കിത് മാറ്റി കോരിയെടുക്കാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. പിന്നെ ഞാനിത് കുട്ടികൾക്ക് കൊടുത്തിട്ടോ. കുട്ടികൾ സ്കൂളിട്ട് വന്ന ടൈമിലാണ് ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തിട്ടോ. ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിരുന്നപ്പോഴാട്ടോ പിന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ അവർക്ക് വളരെയേറെ ഇഷ്ടമായിക്കണോ, ഭയങ്കര ഇഷ്ടമായിട്ടോ. അവർ ഈ ടൊമാറ്റോ സോസിലൊക്കെ ടച്ച് ചെയ്തിട്ടൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവർക്ക് പിന്നെയും ചോദിച്ച് അടികൂടി ഭയങ്കര ഇഷ്ടമായിക്കണം അവർക്ക് കേട്ടോ. അപ്പോൾ ഇതട്ടെ നമ്മുടെ ഈ കളറൊക്കെ ആയാലും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പപ്പായം കൊണ്ട് എല്ലാം കുറുക്കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.